ഇതാണ് നമ്മുടെ 2 ചെടികൾ. കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് ഈ പെറ്റൂണിയ വാങ്ങണമെന്ന്. അപ്പോൾ നടന്നില്ല. ഓൺലൈൻ സൈറ്റിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഉത്സവം കാണാൻ പോയപ്പോഴത്തേക്കും അവിടെ ഒരെണ്ണം 50 രൂപയ്ക്ക് കിട്ടി. എന്തായാലും വളരുമോ ഇല്ലയോ എന്ന് അറിയില്ല. പക്ഷേ അറിയില്ല, എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലത്തെ 2 പോട്ടിൽ നടാനാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അതിലിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചകിരിച്ചോറും ചാണകവും ചേർത്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് സാഫ് കൂടി ഇട്ടിട്ടുണ്ട്. ഇത് പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യതയുള്ളൊരു പ്ലാന്റാണ്, അപ്പോൾ അത്രയും കെയർ ചെയ്യണം. പിന്നെ അതിലേക്ക് കുറച്ച് എല്ലുപൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ആവശ്യം ഈ ചെടിക്കുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് യൂട്യൂബ് ചാനലുകളിലൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. എല്ലാം കൂടി കുറച്ച് മണ്ണ് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് അങ്ങനെ അതിനെ ഞാനിത് കുറച്ച് സ്പീഡിന് ഇട്ടേക്ക് കേട്ടോ. പക്ഷെ ഞാൻ വളരെ പയ്യെ കുഞ്ഞു കുട്ടികളെ പോലെയാണ് ഇതെടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല പേടിയുണ്ട് എനിക്കിത് രക്ഷപ്പെട്ട് കിട്ടുമെന്ന്. പൊതുവെ ഇതിൻ്റെ മൂട് ഇളക്കിയിട്ടല്ലേ നടുക. പക്ഷേ ഇതിനകത്ത് ഫുൾ വേര്. ഇപ്പം ഞാനിങ്ങനെ ഈ മണ്ണ് മാറ്റുമ്പോൾ ഇതിനെന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു പേടിയുണ്ട്. ഓക്കെ, കുറച്ച് എടുത്തിട്ടുണ്ട്. ആ മണ്ണിൻ്റെ മുകളിൽ കൂടെയൊക്കെ വേരിരിക്കുകയാണ്. അപ്പോൾ ഈ ചെടിയുടെ തന്നെ വേരാണോ അതോ ആ മണ്ണിൽ ഓൾറെഡി ഉള്ള വേരുകളാണോ ഒന്നും എനിക്കറിയാൻ വയ്യ. എല്ലാം ഉണ്ട്, തൊടല്ലേ. മണ്ണ് ഇതായി പോയടാ. തന്നെ വീഴും. അല്ലു എന്നോട് പറയാം അത് എടുത്തിട്ടുണ്ടല്ലേ വീഴുന്നതെന്നൊക്കെ. ഞങ്ങളത് പയ്യെ എടുക്കാൻ നോക്കിയപ്പോഴേ അത് മണ്ണ് അങ്ങ് വിട്ടുപോയി. ഇനി എന്താവുന്നോ ഒന്നും അറിയാൻ പാടില്ല. രക്ഷപ്പെട്ട് കിട്ടണേന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ അത്രയ്ക്ക് എനിക്കിഷ്ടമാണ് ഈ പ്ലാന്റ്. ഇത് ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. എല്ലാം ശരിയായി വരും എന്ന ശുഭപ്രതീക്ഷയിൽ ഇതിനെ നമ്മൾ ഇവിടുത്തെ ഒരു കാലാവസ്ഥയിലേക്ക് മാറ്റണമല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തണലത്തേക്ക് ഇപ്പോൾ വെക്കുന്നു. നല്ല വെയിൽ വേണ്ട പ്ലാന്റാണ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇവിടുത്തെ കാലാവസ്ഥയൊന്ന് ഇതാക്കാൻ വേണ്ടി ഒന്ന് തണലത്തോട്ടൊക്കെ വെച്ചിട്ട് നാളെ മുതൽ വെയിലത്തോട്ട് വെക്കാമെന്ന് വിചാരിക്കുകയാണ്.